പുതിയ നിയമത്തിൻ്റെ ഒരുപാട് സത്യങ്ങൾ ഈ സഭയിൽ വിളിച്ചു പറയുന്ന സമയങ്ങളാണ്. അത് നിങ്ങളിൽ ചിലർക്കത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമം, പ്രയാസം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളത് ഏറ്റവും പ്രയോജനമാക്കി എടുക്കുക. കാരണം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എപ്പോഴും ഒരു സഭായോഗത്തിന് നമുക്ക് ഇറങ്ങുവാൻ സാധിച്ചെന്ന് വരത്തില്ല. ദൈവാത്മാവ് പറയുന്ന ചില പ്രത്യേക ശുശ്രൂഷകൾ ദൈവദാസന് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ടീച്ചിങ് എപ്പോഴും സഭയിൽ നടന്നു വരത്തില്ല. ദൈവത്തിനാണ് അധികാരമുള്ളത്. എന്നാൽ ബുധനാഴ്ചകൾ നമ്മൾ അതിനുവേണ്ടി സമയം വെച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് കൂടെ നിന്ന് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഒരു സിമ്പിൾ സാമ്പിൾ ഞാൻ പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം കർത്താവിനോട് ഇങ്ങനെ ഇടപെട്ടു. സഭയ്ക്കുള്ള ദൂതാണ്, ഉപദേശമാണ്. ക്രിസ്തുവിൽ ഒരുവൻ മുങ്ങിയാൽ പിന്നെ അവൻ എവിടെ പൊങ്ങേണ്ടത്? ക്രിസ്തുവിൽ തന്നെ പൊങ്ങണം. നിങ്ങൾ ചോദിക്കും, ഇതെന്താ പാസ്റ്റർ, ഇത് ആർക്കും അറിയാൻ മേലാത്ത? എന്നാൽ ഈ സഭയ്ക്ക് അങ്ങനെ ഒരു ടീച്ചിങ് വന്നപ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറ, അതിനകത്ത് ഏതാണ്ട് ഉണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മുങ്ങിയവൻ ക്രിസ്തുവിൽ പൊങ്ങി. അതിനകത്ത് ഏതാണ്ടുണ്ട്. എന്താ അതിനകത്തുള്ളത്? നമ്മളൊക്കെ ക്രിസ്തുവിൽ മുങ്ങുകയും ക്രിസ്തുവിൽ പൊങ്ങുകയും ചെയ്തവരല്ലേ? ഉത്തരം ഞാൻ പറയാം. സ്നാനപ്പെട്ട് കഴിഞ്ഞ് സ്നാനക്കടവ് വരെ ഞാൻ വിശ്വാസത്തിൽ വന്നു. ഇനിയെല്ലാം എൻ്റെ അധ്വാനവും എൻ്റെ വേർപ്പുമാണെന്നൊരു ചിന്ത ഒരുപാട് സ്ഥലത്തുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, ഇനിയെല്ലാം നിങ്ങളുടെ വേർപ്പല്ല, ഇനിയെല്ലാം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തമാണ്. നീ സ്നാനപ്പെട്ടപ്പോൾ മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുത്തിരിക്കുക. ഇഹലോക ജീവിതത്തിന്റെ കാര്യങ്ങളും വരുവാനുള്ള ലോകത്തിലെ കാര്യങ്ങളും അവൻ ഏറ്റെടുത്തിരിക്കുക. ഇന്ന് പകൽക്കാല സഭ അറിയണം, ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അവനുണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ടാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, കുഞ്ഞേ, നീ ജനിച്ചു വളർന്ന രീതിയിൽ സ്നാനക്കടവ് വരെ നീ എങ്ങനെയോ വന്നു പെട്ടു. ഇനി നിന്റെ അധ്വാനവും നിന്റെ വിയർപ്പും നിന്റെ പ്രാർത്ഥനയും നിന്റെ കഷ്ടതയും നിന്റെ വിശുദ്ധി അല്ല അല്ല അല്ല, ഇതെല്ലാം നിനക്ക് ഞാൻ സൗജന്യമായി തന്നിരിക്കുക. ആവോളം എടുത്ത് ഭക്ഷിപ്പിൻ മക്കളെ എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് സ്വതന്ത്രമായും സ്വാതന്ത്ര്യത്തോടെ സൗജന്യമായി ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതാ പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ മടിയരായിട്ടിരിക്കുവോ? ഒരിക്കലും ഇരിക്കത്തില്ല. ഇത് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ എപ്പോഴും അങ്ങ് സ്തോത്രമാ, എപ്പോഴും സ്തുതിയാ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയണം, നമ്മൾ അവന്റെ കൂടാരത്തിലാ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം കത്താനദാസൻ ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞു, അദ്ദേഹമാണ് ഇവിടെ വന്ന് പ്രസംഗിച്ചതിൽ ആകപ്പാടെ പറഞ്ഞൊരു വ്യക്തി ഈ സഭയുടെ പാസ്റ്റർ യേശുവാണ്. ഞാൻ എത്രയോ വർഷമായി അത് വിളിച്ചു പറയുന്ന, ഞാനല്ല, യേശുവാണ് ഇവിടുത്തെ ഇടയൻ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അതെ, യേശുവാണ് ഇവിടുത്തെ ഇടയൻ. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ മുങ്ങി ക്രിസ്തുവിൽ പൊങ്ങുന്നവരാണ്. ക്രിസ്തുവിൽ പൊങ്ങിയത് കൊണ്ടാണ് നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നത്? നമ്മളെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗീയ മണ്ഡലങ്ങളിലാണ്. സ്വർഗീയ മണ്ഡലങ്ങളിൽ ഇരുത്തപ്പെട്ടതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവ് എന്നെ പഠിപ്പിച്ച് കാണിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കണം. ഇതെല്ലാവർക്കും കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും കാണാമല്ലോ. സ്വർഗീയ മണ്ഡലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ 121 സങ്കീർത്തനത്തിലെ ആദ്യത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണുന്നു. ഒന്ന് വായിക്കുന്നു നമ്മളെ. 121. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പർവ്വതം എന്ന് നിങ്ങൾ ധരിക്കണമേ. ഇത് പർവ്വതമെന്നോ ഒക്കെ നിങ്ങൾക്ക് പലതും തോന്നാം, പർവ്വതമെന്നൊക്കെ തോന്നിയേക്കാം. അങ്ങനെ അങ്ങ് വിചാരിക്കണം. സ്തോത്രം. ഈ ഭക്തനായിട്ട് പോലും പർവ്വതങ്ങളിലേക്ക് നോക്കണമെങ്കിൽ അദ്ദേഹം പർവ്വതങ്ങൾക്ക് താഴെയാ. അഥവാ ഈ പർവ്വതങ്ങളെ അതിജീവിക്കാൻ ഭക്തന് സാധിക്കുന്നില്ല. ഒരാവശ്യം വന്നപ്പോൾ, പണ്ട് നമ്മളൊക്കെ തമാശ പറയാലോ, ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തി, ഞാൻ എൻ്റെ കണ്ണ് അമേരിക്കയിലേക്ക് ഉയർത്തി. എൻ്റെ സഹായം അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അമേരിക്കയിലല്ല രക്ഷ എന്ന് നമുക്ക് മനസ്സിലാക്കിയവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. നിങ്ങൾ കരമടിച്ചെങ്കിലും സ്തോത്രം അങ്ങ് അടിച്ചു. ഇനി ആ കുറേ നാൾ അങ്ങനെ അങ്ങ് നിൽക്കട്ടെ, ഒരാഴ്ച അതാ മനസ്സിൽ കിടക്കുന്നത്. അപ്പം കരങ്ങളടിച്ചാണ് ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, ഈ ഭക്തനായ മനുഷ്യനായിട്ട് പോലും ഈ മല അല്ലെങ്കിൽ കുന്ന് അദ്ദേഹത്തിന് ഉയരത്തില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട, ഇത് പഴയ നിയമ ഭക്തനാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭക്തൻ ഇരിക്കുന്ന എവിടാന്നറിയോ?
അവൻ ഹെവൻലി പ്ലേസസ്, സ്വർഗീയ മണ്ഡലങ്ങളിൽ അവൻ ഇരുത്തപ്പെട്ടിരിക്കുക. സ്തോത്രം. ഇപ്പൊ ഈ മല അവന് താഴെയാ, ജീവിത പ്രശ്നങ്ങൾ അവന് താഴെയാ, പിശാച് ഏറിയാലെങ്ങും ഇല്ല, പാപം അവന്റെ കാൽ കീഴില, ബന്ധനങ്ങളെല്ലാം അവന്റെ കാൽ കീഴില, അവനെ ഇരുത്തിയിരിക്കുന്ന എവിടാ? സ്വർഗീയ മണ്ഡലങ്ങളിലാ. അപ്പൊ ഇവിടെ ഇരിക്കുന്നവൻ ദൈവമാണെന്നൊന്ന് സങ്കല്പിക്കുക. നമ്മുടെ കർത്താവിന് ഇങ്ങനെയൊന്നും നമുക്ക് ഒതുക്കാൻ ഒക്കുന്നതല്ല, മനസ്സിലാക്കാൻ വേണ്ടി. ഈ പഴയ നിയമ ഭക്തൻ ഇങ്ങോട്ട് നോക്കി, ആത്മാവ് പറഞ്ഞടാ അങ്ങോട്ട് നോക്കാതെ മേളിലോട്ട് നോക്ക്. അപ്പം മുകളിലോട്ട് നോക്കുമ്പോൾ ഇവന്റെ കണ്ണ് എപ്പോഴും ഇവൻ എങ്ങനെ നടക്കുന്നേ? സ്തോത്രം. അല്പ സ്ട്രെയിൻ ഉണ്ട് അല്ലേ? ഈ മേളിലോട്ട് എപ്പോഴും നോക്കി നടക്കരുതെന്ന് പഴയ ആൾക്കാർ പറയാണ്. എന്താ കാര്യം? എന്താ? വല്ല കാല് വല്ല കലയിലും തട്ടിയാ വീഴും. അപ്പം ഈ ഭക്തനോട് പഴയ നിയമത്തിൽ ദൈവം അത് പറഞ്ഞെങ്കിൽ മേളിലോട്ട് നോക്കി ദൈവത്തെ നോക്കി നടന്നാൽ ഇവൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് പഴയ നിയമ ഭക്തനാ, അത്രയും പ്രൊവിഷനുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാല് കല്ലിലെങ്കിലും തട്ടണ്ട. സ്തോത്രം. നമ്മൾ ഇരുത്തിയിരിക്കുന്നത് സ്വർഗീയ മണ്ഡലങ്ങളിലാണ്. ഇനി ഞാൻ നിങ്ങളോട് സന്തോഷം പറയാൻ പോവാ. ഒരു സ്ട്രെയിനും ഇല്ലാതെ സ്വർഗത്തിലെ പിതാവിനെ ഇങ്ങനെ നേരിട്ട് കണ്ട് ആനന്ദിച്ച് സന്തോഷിക്കാൻ സാധിക്കും. അതാ പുതിയ നിയമം. ഇവിടെ നിന്ന് സ്ട്രെയിൻ ചെയ്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ, എൻ്റെ ശബ്ദം ദൈവം കേൾക്കുമോ, എൻ്റെ കണ്ണുനീര് കാണുമോ എന്ന് വിചാരിച്ച് കണ്ണെപ്പോഴും ഉയർത്തി സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് വെറുതെ നോക്കി വെച്ചാൽ മതി. അപ്പാ ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോ ഒരു മുറിയില, വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. എത്ര പേർക്ക് ഇത് മനസ്സിലായി? സ്തോത്രം. ഇപ്പൊ ചിലർ പറയുന്നു പാസ്റ്ററെ ശരിയാ, തത്വത്തിൽ ശരിയാ, പക്ഷെ എന്നാലും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതിന് ഉത്തരവും പറയാം. നിങ്ങളുടെ ആത്മമനുഷ്യൻ, സ്പിരിറ്റ് മാൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ, അവനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ശരീരം എവിടെ ഇരിക്കുന്നത്? ഭൂമിയില. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇത് നല്ലപോലെ അറിയാമായിരുന്ന പൗലോസ് കൊലോസ്യക്കാരോട് ഒരു പ്രബോധനം കൊടുത്തു. കൊലോസ്യർ 3:1, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ആകയാൽ നിങ്ങൾ ഒരുമിച്ച് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ആത്മാർത്ഥമായിട്ട് കൈയടിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ട് അങ്ങോട്ട് വന്നു, സ്നാനപ്പെട്ടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ ആദ്യ കാലത്തുണ്ടല്ലോ, നമ്മൾ ഇവിടെയാണ് ഇരുത്തപ്പെട്ടിരിക്കുന്നതെങ്കിലും നമ്മുടെ ഈ കണ്ണ് കൂടുതൽ പരിചയിച്ചിരിക്കുന്നത് എവിടെ ഇരിക്കുന്നതാ? അപ്പം നമ്മൾ നോക്കുമ്പോൾ വലിയ മലയൊക്കെ കാണും. നമ്മൾ നോക്കുമ്പം പാസ്റ്റർ പറയുന്നുണ്ട് അങ്ങ് ആകാശത്തല്ല, അങ്ങ് വലിയ ഇരിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തൊക്കെയാണ് ഈ മല ഉണ്ടല്ലോ. ഞങ്ങൾ നോക്കുമ്പോൾ മലയായിട്ട് തന്നെ ഇരിക്കുന്നേ. കർത്താവ് പറയും നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങളെ വളർത്തി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മലയെ താഴെയിട്ട് ചവിട്ടുന്ന ഉത്തരവാദിത്തം എനിക്കാ. നിങ്ങൾ തനിയല്ല. സെറുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാർ അത് സമഭൂമിയായി തീരും എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം എന്നറിയോ? ഇത് സമഭൂമിയായി തീരണമെങ്കിൽ രണ്ട് കാര്യം നടക്കണം. ഒന്നുകിൽ ഈ മല അപ്രത്യക്ഷമാകണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ മലയുടെ മുകളിൽ കയറണം. സ്തോത്രം. രക്ഷിക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസി ഓൾറെഡി മലയ്ക്ക് മുകളിൽ കയറി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ സ്ഥാനം എന്തെന്ന് തിരിച്ചറിയത്തക്ക അളവിൽ നിങ്ങളുടെ അകത്ത് ദൈവം തൻ്റെ കൃപയും അവൻ്റെ അഭിഷേകവും ഇട്ട് നിറച്ച് 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 നിങ്ങളുടെ പുതിയ മനുഷ്യനെ ബലപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് സമഭൂമിയായി മാറും. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്നതിനകത്താണ് സകലതും ഇരിക്കുന്നത്. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട് കേട്ടോ. എത്ര പേർക്ക് സത്യം അറിയാം? നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. അവൻ മുമ്പേ പാപങ്ങളാലും അകൃത്യങ്ങളാലും മരിച്ചു കിടന്നവനായിരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ ശക്തിക്കും കീഴ്പ്പെട്ട് വായിക്കാം, അവയിൽ നിങ്ങൾ മുമ്പേ
ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിന്റെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവമാണ്. എന്നാൽ ഇപ്പോൾ 3, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവ കോപം വെളിപ്പെടുന്ന മക്കളായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഒന്ന് നോക്കിയാൽ എല്ലാം തീർന്നു. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്താ നമ്മളെ നിലനിർത്തിയത് എന്താ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയായിരുന്നു. ഞാൻ ചിന്തിച്ച എന്തൊക്കെയാണെന്നറിയോ? എൻ്റെ വല്യപ്പൻ ഉപദേശിയായിരുന്നു. എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്, ഞാൻ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ചിന്തകളാ. എൻ്റെ അച്ഛനായിരുന്നു. എൻ്റെ വല്യപ്പൻ സഭയുടെ വലിയ ആളായിരുന്നു, പേരെടുത്ത ആളാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വല്യപ്പൻ സഭയൊക്കെ സ്ഥാപിച്ച ആളാണ്. ഇത് പുറത്തു പറയത്തില്ല. പുറത്തു വരുമ്പോൾ എങ്ങനെ പറയുമെന്നറിയോ? കർത്താവിൻ്റെ കൃപയാണ് എല്ലാം എന്ന് പറയും. പക്ഷെ അകത്തെ അവസ്ഥ തമ്പുരാൻ അറിയാം. ഇത് പറഞ്ഞാൽ മുഴുവൻ നെകളമായിരുന്നു. എന്നിട്ടും നാം മുടിഞ്ഞു പോകാതിരുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തമാശ തോന്നിയേക്കാം, പാഷ എന്തൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഈ അറിവില്ലാത്ത കാലത്തെ ഈ നഗളം കൂടി ഞാൻ പോയി ചെങ്ങന്നൂർ ഞങ്ങളുടെ പഴയ സുറിയാനി പള്ളിയുടെ കല്ല് വരെ പൊളിച്ചു നോക്കാൻ നോക്കി. കല്ല് വല്ലതും പൊളിക്കാൻ പറ്റുമോ? അവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള അടുത്തെല്ലാം ഞാൻ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സ്ഥലത്ത് റീനയെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വല്യപ്പന്മാരുടെ പള്ളിയാണ്. അപ്പോൾ റീന ചോദിച്ചു, നിങ്ങൾ CSI-കാരല്ലേ? ഞാൻ പറഞ്ഞു അതെ, 100-150 വർഷം മുമ്പല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മർത്തോമക്കാരെ പോലെ വല്ലതാണ് ഞങ്ങളുടെ പാരമ്പര്യം. ഞങ്ങൾ ആരാ? ഭാര്യ ഇമ്പ്രസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, അതെങ്കിലും പറയണ്ടത്. വിളിക്കാതിരിക്കുന്നതെല്ലാം കണ്ട ഇമ്പ്രഷനാവും. ആ ഒരൊറ്റ ആക്ടിവിറ്റി മതി ദൈവം ഇവൻ ആരടാ ജഡം എന്ന് ദൈവത്തിന് ചിന്തിക്കാൻ. ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. പൂർവ്വപിതാക്കന്മാരുടെ പേര് പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരുന്നോ? നിനക്ക് എൻ്റെ മുമ്പിൽ വരാൻ ഏക കാരണമേ ഉള്ളൂ, എൻ്റെ പുത്രൻ നിനക്ക് വേണ്ടി ഒഴുക്കിയ രക്തമല്ലാതെ നിനക്ക് എൻ്റെ മുമ്പിൽ യാതൊരു പ്രാഗൽഭ്യവുമില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഒക്കെ സമ്മതിച്ചു, വല്ല ആക്സിഡൻറ്റോ എത്രയോ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമ്മുടെ പഴയ ഇൻഡു സുസൂക്കി ഓർക്കും, നമ്മുടെ പഴയ ഇൻഡു സുസൂക്കിയൊക്കെ ഓർക്കും, അതിലൊക്കെ കയറി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റിയായിരുന്നെങ്കിൽ, വല്ല ലോറിയുടെ അടിയും പോയായിരുന്നെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രാർത്ഥിക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തെറ്റിക്കറങ്ങിയൊക്കെ നടന്നപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കുറേ പേര് വരുമായിരുന്നു. അവരൊക്കെ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, അച്ഛനും മോനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറ്റമൊന്നും ചെയ്തിട്ടില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ യേശുവിനെ അറിയാതെ ജീവിക്കുന്ന അനുഭവം എന്താണെന്ന് നമുക്കറിയാം. യേശുവിനെ ഞാൻ വലിയ മഹാഭാവിയും തെറ്റുകാരനൊന്നും അല്ല, പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതറിയാവുന്ന അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, അവൻ രക്ഷയിലേക്ക് വരണമേ. അവൻ നല്ല പയ്യനാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ്, നല്ല പേരുള്ളവനാണ്. പക്ഷേ അവൻ യേശുവിനെ അറിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, യേശുവിനെ അറിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെയും ദൈവം നമ്മളെ നിലനിർത്തിയതിന് കാരണങ്ങളുണ്ട്. കാര്യം നമ്മൾ പൂർവ്വപിതാക്കന്മാരിൽ ഊറ്റം കൊള്ളുന്നില്ലെങ്കിലും അനുഭവമുള്ള ഭക്തിയുള്ള പൂർവ്വപിതാക്കന്മാരെ നമുക്ക് തന്നതൊരു അനുഗ്രഹമാണ്. അവർക്ക് ദൈവത്തോടുണ്ടായിരുന്ന ഒരു ഉടമ്പടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ കണ്ണടഞ്ഞ് ഞങ്ങൾ നിന്നോടൊപ്പം വരുമ്പോഴും ഞങ്ങളുടെ തലമുറകളെല്ലാം നിന്നോടൊപ്പം നിൽക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മളെപ്പോലെ വലിയ ഡോക്ടറിനൊന്നും അറിയാൻ മേല, വലിയ വെളിപ്പാടൊന്നുമില്ല. എവിടെയോ കണ്ണുനീരിൽ 2 പ്രാർത്ഥന വീണു, അത് തമ്പുരാൻ്റെ കൈ വീണു, അതും തമ്പുരാൻ എടുത്തു. ഈ മഹാനെഗളിയ എന്നാലും വല്യപ്പൻ എനിക്ക് വേണ്ടി വേല ചെയ്തതാ. സ്തോത്രം. നിങ്ങൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. 102-ാം സങ്കീർത്തനം 28-ാം വാക്യം നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ്. 102-ാം സങ്കീർത്തനം 28-ാം വാക്യം, തന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും. സ്തോത്രം. വായിക്കാം, എടുത്തോണ്ട് മോളെ. കണ്ടോ ആ വായിക്കാം. നിന്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിന്റെ സന്നിധിയിൽ. തെറ്റി ഒക്കെ ജീവിച്ചത്, അതായത് യേശുവിനെ അറിയാതെ ജീവിച്ച കാലത്തൊക്കെ ദൈവം കനിഞ്ഞതിൻ്റെ കാരണം പൂർവ്വപിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ നാവിലൂടെ വെളിപ്പെട്ട ഒരു സത്യം എന്നെ വളരെ ആശ്വസിപ്പിച്ചു. ഈ ദേശം നട്ടത് ഭക്തന്മാരാ,
അവരോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേശം മുടിഞ്ഞു പോകത്തില്ല. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമ്മളെ ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നത് അവരോടുള്ള വാഗ്ദത്തം കൊണ്ട് കൂടെയാണ്. ഈ ദേശം എപ്പോഴും ഇമിഗ്രൻസിന്റെ ദേശമാണ്. അവരിലൂടെയാണ് എപ്പോഴും ദൈവം ഇവിടെ കൂടുതൽ കാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സഭയോട് വിളിച്ചു പറയട്ടെ, നിങ്ങളെ കർത്താവ് ഈ ദേശത്ത് കൊണ്ടുവന്നത് ഈ ദേശത്തിന് നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കണം, സ്തോത്രം. പക്ഷേ ഈ ദേശത്തെ മടക്കി ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ അടിച്ച് കത്താൻ സ്തോത്രം സ്തോത്രം. കരമടിച്ച് ക്ഷീണിക്കുന്നില്ലല്ലോ. നിങ്ങളെ ആ ഇതിനകത്തുനിന്നൊന്ന് മാറ്റിക്കോട്ടെ. നിങ്ങൾ ആ കരമടിയുടെ സുഖത്തിൽ എങ്ങനെ ഇരിക്കുകയല്ലേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കാൻ, നിങ്ങൾ ഇരിക്കുന്നത് എവിടാ? സ്വർഗീയ മണ്ഡലങ്ങളിൽ ഇരുത്തപ്പെട്ടെങ്കിലും നിങ്ങളുടെ ആത്മീക മനുഷ്യൻ ബലപ്പെട്ട് വരുന്നത് വരെയും ചില മലകളും കുന്നുകളും ഒക്കെ അതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നിങ്ങൾ ആത്മീകതയിൽ പക്വത പ്രാപിക്കും തോറും സെറുബ്ബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ആര്? അത് സമഭൂമിയായി തീരും. ഞാൻ അനുഭവ സാക്ഷ്യം പറയാം, സമഭൂമി ആയിക്കൊണ്ടിരിക്കുക. ഈ സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് എതിരെ നിൽക്കുന്ന മലകളുടെ മുകളിൽ ദൈവം ചില വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സെറുബ്ബാബേൽമാരെ, അടുത്തിരിക്കുന്ന ആള് കയ്യെ പിടിച്ചു പറ, ഞാൻ ഒരു സെറുബ്ബാബേലാണ്. ഞാൻ എന്റെ യേശുവിന്റെ നാമത്തിൽ ഒരു സെറുബ്ബാബേലാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം മാറിക്കൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഓ ജീസസ്. കർത്താവിന്റെ ഒരു ഇഷ്ടം എന്നാണെന്നറിയാവോ? റീന ഇങ്ങോട്ട് വന്നേ. കർത്താവിൻ്റെ ഒരു ഇഷ്ടം, റീനയെ കർത്താവിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കും റീനയെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ എന്നെപ്പോലെ റീനയ്ക്ക് ഇപ്പം പ്രാഗൽഭ്യമില്ലായിരിക്കാം. ഇപ്പം റീനയുടെ ഒരു ദിവസം ദൈവാത്മാ പറയാണ്, നീ പോയി വചനം ശുശ്രൂഷിക്കാൻ പറഞ്ഞാൽ റീന കർത്താവിനോട് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് എന്ത് പറയും? പ്ലീസ് ഷീച്ചാനെ അന്വേഷിച്ചാൽ മതി, ഉണ്ടല്ലോ, അല്ല വേറെ സഹോദരിമാരുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതിയെന്ന് പറയും. ഞാൻ പറയും, ശരിയാ, നീ നിനക്ക് കഴിവൊന്നും ഇല്ലല്ലോ, സ്വയമേ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കഴിവില്ലാത്ത ഭാര്യയെ നീ വീട്ടിലിരുന്ന് പാചകം ചെയ്താട്ടെ, ദേശത്ത് ദൈവദാസൻ വെളിപ്പെടട്ടെ. കർത്താവ് പറയും, അതല്ല എൻ്റെ പദ്ധതി, ഞാൻ കണ്ടതിനെയൊക്കെ ഞാൻ പൊക്കും. ഹല്ലേലൂയ. അത് എൻ്റെ പ്രവൃത്തിയാ, ഞാൻ ചെയ്യും. ഓക്കെ. അപ്പോൾ എന്ത് സ്തോത്രം. റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവമാണ്. ഏതാ? അപ്പം ഞാനാണെങ്കിൽ പറ, നീ 2 വാക്ക് പറഞ്ഞല്ലോ, ഇനിയും പോ, ഞാൻ പറഞ്ഞോളാം എന്നിങ്ങനെ ഞാൻ നിൽക്കും. കുഴപ്പമില്ല, ശുശ്രൂഷയൊക്കെ നടക്കും. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം എന്നറിയാവോ? റീനയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മഹാപർവ്വതം ചിലപ്പോൾ എനിക്കൊന്നും അല്ലായിരിക്കാം. പക്ഷെ ആ മഹാപർവ്വതം റീനയുടെ മുമ്പിൽ നിൽക്കുന്ന റീന തന്നെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട്, എൻ്റെ ഭർത്താവിൻ്റെ കെയർ ഓഫ് ഒന്നും അല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ടല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ചത് കൊണ്ട് ഞാൻ അവനെ ശുശ്രൂഷിക്കുമെന്ന് റീന തന്നെ പറയുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ ഭയങ്കര ഹാപ്പിയാ. ഇപ്പം തൽക്കാലം ഇരുന്നോ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന് താല്പര്യം മനസ്സിലായോ? ഒരുപക്ഷെ ദൈവദാസനായ എനിക്ക് ഇവിടെ നിന്ന് പലതും വിളിച്ചു പറയാൻ പ്രാഗൽഭ്യമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മലകൾ എൻ്റെ മുമ്പിൽ ഒന്നുമല്ലാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാണുവാൻ എനിക്ക് ദൈവം കൃപ തന്നിട്ടുണ്ട്. എന്നാൽ ഇത് പകൽക്കാലം ദൈവമക്കളെ അറിയണം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകളെ നോക്കി നിങ്ങൾ പറഞ്ഞ് നിങ്ങളൊരു സെറുബ്ബാബേലാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മലകള് നിങ്ങളുടെ മുമ്പിൽ സമഭൂമിയായി തീരുമ്പോൾ സ്വർഗത്തിലെ എൻ്റെ അപ്പൻ വളരെ ഹാപ്പിയാണ്. മോനെ, നീ ഏതാണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ജോൺ, ശരിയാണോ? സംതിങ് നിന്റെ മനസ്സിലോ എഴുത്തിലോ പ്ലാനിങ്ങിലോ നീ എന്തോ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ ഇസ് ഇറ്റ് ട്രൂ? ഐ ഫീൽ ഇൻ മൈ സ്പിരിറ്റ് യു സ്റ്റാർട്ടഡ് സംതിങ്. ആണെങ്കിൽ God will bring it into completion. But you have to correct me. Is that right? Something maybe in its very nascent stage, 1 month old dream, 15 days old dream. Yes, it is a 15-day-old dream എന്ന് എനിക്ക് വരുന്നത്. But God will bring it to completion. നീ ഒരുപാട് പ്ലാൻ ചെയ്യുന്നതിന് വരെ ആ ഒരു സീഡ് കർത്താവിനെ ഏൽപ്പിക്കുക. ദിസ് ഇസ് മൈ ഡിസയർ. കർത്താവ് നിനക്ക് വേണ്ടി നടത്തി തരും. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സോ ഗോഡ്, ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടാണ്. സ്തോത്രം. ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. ഈ ദേശത്ത് ഈ സഭ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ മുതൽ ഇവിടെ ഉള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ കൂടുതൽ ശക്തനായിട്ടുണ്ടോ, ശക്തി കുറഞ്ഞിട്ടുണ്ടോ? കാരണം
ഞാൻ ഇരുത്തപ്പെട്ടിരിക്കുന്ന ഇവിടെ തന്നെയാ, വന്നപ്പോഴും ഇവിടെ തന്നെയൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി 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 അടിഞ്ഞു പോകുന്ന ഈ ഭൗമിക ശരീരത്തിനല്ല, മാറാത്ത കൂടാരം എൻ്റെ അകത്തിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ തന്ന് 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 ശോധനകളിൽ എന്നെ തങ്കക്കുടമാക്കി എൻ്റെ യേശു മാറ്റിക്കൊണ്ടിരിക്കുക. ഈ അനുഭവം സഭയ്ക്കുള്ള എല്ലാവർക്കും കർത്താവ് വെച്ചിട്ടുണ്ട്. ശോധനയല്ല, പേടിക്കണ്ട. അടുത്തിരിക്കുന്ന ആളോട് പറ, ഞാൻ എന്തിലൂടെ കടന്നുപോയാലും യേശു എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തിലൂടെ കടന്നുപോയാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. Whatever I go through, എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ വിളിച്ച് സാക്ഷ്യം പറയട്ടെ, ഞാൻ എന്തിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ളപ്പോൾ എൻ്റെ കർത്താവ് എന്നെ കൈപിടിച്ചതാ. ഞാൻ വീഴാൻ സമ്മതിക്കത്തില്ല. ഒന്നിലധികം പ്രാവശ്യം കർത്താവ് എന്നോട് പറഞ്ഞതാ, വീഴാതെ വണ്ണം ഞാൻ അതിനെ സൂക്ഷിച്ചു നിർത്തിയത്. ഒരിക്കൽ തകർന്നു പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ കർത്താവ് ഒരു വചനം എനിക്ക് തന്നു. എന്താ വചനം എന്നറിയാമോ? നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ആ ദൂത് കേട്ടപ്പോൾ ചാടി അങ്ങ് എഴുന്നേറ്റു. എപ്പോഴാണെന്നറിയാമോ? 2010 11 മറ്റോ ലോകത്തിൽ, നമ്മുടെ കേരളത്തിൽ ഉള്ള പെന്തിക്കോസ്ത് ലോകത്തിൽ എഴുത്തുകാരുടെ എന്ന് പറഞ്ഞ തെറ്റായ ദേവദാസന്മാരെ കുറിച്ച് വളരെ മോശമായി എഴുതുന്ന ഒരു വ്യക്തി, അയാൾ കാരണം മുറിവേറ്റ ഒരു ദേവദാസൻ നമ്മുടെ മധ്യത്തിൽ വന്നു. ഇദ്ദേഹത്തിന് ഇവിടെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ അവസരം കൊടുത്ത് പാസ്റ്ററേയും ഈ വന്ന വ്യക്തിയെയും കുറിച്ച് എഴുതുമെന്ന് ഇയാൾ വീമ്പ് പറഞ്ഞ് നടന്നിരുന്നു. അയാൾ ഇപ്പോഴില്ല, ഈ ലോകത്തില്ല. അയാൾ വീമ്പ് പറഞ്ഞ് നടന്നിരുന്നു. അതുകൊണ്ട് ഞാനിത് അറിഞ്ഞില്ല. ഇയാൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞ് നമ്മളെ വാക്ക് പറയുകയും ചെയ്തു. അടുത്ത ഞായറാഴ്ച നമ്മുടെ മധ്യത്തിൽ വരാമല്ലോ എന്ന് വാക്ക് പറയുകയും ചെയ്തു. അന്ന് രാത്രി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന, ഞാൻ കരഞ്ഞ കണ്ണുനീരും, കാരണം കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവം കൈ തന്നിരിക്കുന്ന സഭയാണ്. എന്നെ തന്നെ ആൾക്കാർ വിശ്വസിച്ചുറപ്പിച്ചാണ് വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ആദ്യകാലത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്നെ നോക്കുന്നു. സ്തോത്രം, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഏതെല്ലാം രീതിയിൽ എന്നെ അളന്ന് മുറിച്ചെന്നുള്ളത് ഞാൻ നന്നായിട്ട് തിരിച്ചറിഞ്ഞു. കരങ്ങളെടുത്ത് അവിടെയൊക്കെ നിർത്തിയത് എൻ്റെ ദൈവമാണ്. സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. സ്തോത്രം. മോളെ അങ്ങനെയൊക്കെയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു സഭയിൽ ഇങ്ങനൊരു വ്യക്തി വരികയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ അയാളാണ് എഴുതാൻ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അന്ന് രാത്രി ഞാൻ കർത്താവെ, നീ ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. അന്ന് രാത്രി കർത്താവ് എനിക്ക് തന്ന ദൂതാണ്, നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഞാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ ഞാനെന്ത് നീതിമാനാണോ? ഞാൻ എന്തോ നീതിമാനാ? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും നീതിമാനാണ്. നീ പാപിയല്ല. യു ആർ നോട്ട് എ സിന്നർ, യു ആർ റൈച്ചസ്. വിശ്വസിക്കുന്നവരുടെ നീതി നമ്മുടെ മേലുണ്ട്. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ കൂടെ ചേർന്ന് പ്രിയ സിസ്റ്ററിനോട് പറയും, സഹോദരി, ഇന്നു മുതൽ അല്ല, സ്നാനപ്പെട്ടപ്പോൾ മുതൽ അല്ല, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ മുതൽ നിങ്ങളെ ദൈവം നീതീകരിച്ചിരിക്കുകയാണ്. എത്ര പേര് കരങ്ങൾ ഉയർത്തിയ സിസ്റ്ററെ ഒന്ന് ബ്ലെസ് ചെയ്യും? ഹല്ലേലൂയ. നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. നീതി കരിച്ചു പോയവരല്ല. മനസ്സിലായോ? നീതി കരിഞ്ഞു പോയവരല്ല, നീതീകരിക്കപ്പെട്ടവരാ. വി ആർ റൈച്ചസ്. നാം ദൈവത്തിന്റെ നീതിയാണ്. ദൈവം തന്റെ നീതിയുടെ കൂടെ നിൽക്കും. വിശ്വസിക്കുന്ന അബ്രഹാമിനെ നോക്കി ദൈവം എന്താ പറഞ്ഞത്? വിശ്വസിച്ചത് കൊണ്ട് എന്റെ നീതി ഞാൻ നിന്റെ മേൽ. അബ്രഹാം മകനെ കൊണ്ട് മുകളിലേക്ക് കയറിയപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ? യാഗം നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ലായിരുന്നു അബ്രഹാമിന്റെ പ്ലസ് പോയിന്റ്. എൻ്റെ മകനെ മടക്കി കിട്ടുമെന്നുള്ളതായിരുന്നു വിശ്വാസം. എബ്രായർക്കെഴുതിയ ലേഖനം 11-4 6 അവിടെ എഴുതിയിട്ടുണ്ട്, തൻ്റെ മകനെ മടക്കി കിട്ടുമെന്നുള്ള വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. സ്തോത്രം. എനിക്ക് അബ്രഹാമിൻ്റെ ജീവിതമായി ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. അനേക വർഷങ്ങൾക്കും ഒരു ദൈവദാസന് വേണ്ടി ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് കേരളത്തിൽ ശുശ്രൂഷിക്കാൻ പോയി. ഞാൻ അവിടുത്തെ ആൾക്കാരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി. അന്ന് തൊട്ട് ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ നിർത്തിയത്. കാരണം എനിക്ക് അവരെ പിരിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അവരുമായി വളരെ നല്ല ബന്ധത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടുത്തെ വേല നിൽക്കുവാൻ പ്രത്യേക കാരണങ്ങളാൽ ഇടയായി. ഞാൻ വളരെ ഹൃദയഭേദനയോടെ ഒരു ദിവസം 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം പോകാൻ. ആ സ്ഥലത്ത് പോകുന്ന വഴിക്ക് ദൈവാത്മാവ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവിനെ ഇടപെട്ടു. ഇത്രേ പറഞ്ഞുള്ളൂ, ഇസഹാക്കിനെ ദൈവം വിട്ടുകൊടുത്തതുപോലെ. ഞാൻ പറഞ്ഞു, കർത്താവേ, അത് ക്യാൻ യു ഡു ഇറ്റ്? ഞാൻ പറഞ്ഞു, ചെയ്യാൻ കർത്താവേ. എന്നെ സംബന്ധിച്ചോളം അന്നതൊരു വലിയ വേദനയായിരുന്നു. സ്നേഹിക്കുന്ന ദൈവമക്കൾ, നല്ല ദൈവമക്കൾ, 5-6 കുടുംബക്കാരേ ഉള്ളൂ.
ഞാൻ പറഞ്ഞു വിടാം. അത് വിട്ട് കഴിഞ്ഞ ഉടനെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് നേരെ എതിർവശത്തേക്ക് പോകാനുള്ള ദൈവവിളി വെളിപ്പെട്ടു വന്നു. അവിടെ ദൈവം കണ്ടത് എന്താണെന്നറിയാമോ? ഞാൻ ആ പ്രിയപ്പെട്ട ദൈവമക്കളെ വിട്ടുകൊടുത്തത്, ഞാൻ അവിടെ പോയാൽ അത് മാറുമെന്ന് എനിക്കറിയാം, തീരുമെന്ന് എനിക്കറിയാം. അതുപോലെയാണ് അവസ്ഥ. കർത്താവെ, അവരുടെ ഭാവി എന്തായിത്തീരും? എനിക്ക് അവിടെ പാസ്റ്ററാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവരുടെ ഭാവി എന്തായിത്തീരും? കർത്താവിനെ അന്വേഷിച്ച് വന്ന കുറേ ദൈവമക്കളാ, അവർക്ക് മറ്റൊന്നും വേണ്ട, കർത്താവിനെ അന്വേഷിച്ച് വന്ന ദൈവമക്കളാ. ഞാൻ പറഞ്ഞു, കർത്താവെ, അവരുടെ ഭാവി എന്തായിത്തീരും? പറഞ്ഞു, യു ലീവ് ഇറ്റ് ടു മീ. ഞാനാണ് അവരുടെ ദൈവം. ഞാൻ വിട്ടുകൊടുത്തതിൻ്റെ വേദന എനിക്കിപ്പോഴും അറിയാം. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, ദൈവം അത് പറഞ്ഞപ്പോൾ അതിന് പകരം ദൈവം എനിക്ക് തരും. അബ്രഹാമിന്റെ വിശ്വാസം എന്താ? കാത്തു നോക്കിയിരുന്ന മകനെ ഇങ്ങ് തന്നേക്കാൻ ദൈവം പറഞ്ഞു. അബ്രഹാം അങ്ങ് വിട്ടുകൊടുത്താ ഇവനെ കൊണ്ട് ഈ വലിയ ഉപദ്രവം കൊണ്ട് കളയാന്നാണ് അബ്രഹാം പറഞ്ഞത്. വക പറഞ്ഞാൽ അനുസരിക്കത്തുമില്ല. അങ്ങനെയല്ല ദൈവം പറഞ്ഞേ. കർത്താവേ, നീ എനിക്ക് തന്നതാ, അതിനെ വിട്ടു തരണമെന്നാണോ പറയുന്നേ? യാ, കർത്താവ് ചിലപ്പോൾ അങ്ങനെ പറയാറുള്ളൂ കേട്ടോ. അതിനെ വിട്ടു തരണമെന്നാണ് പറയുന്നേ. വിട്ടുതാ കർത്താവേ, അത് വിട്ടു തന്നാൽ. വിട്ടുതാ അബ്രഹാമേ. അബ്രഹാം വിട്ടുകൊടുത്തു. അബ്രഹാം വിട്ടുകൊടുത്തു എന്നാന്നറിയോ? ദൈവം അബ്രഹാമേ, നിന്റെ മകനെ എനിക്ക് തരണമെന്ന് അബ്രഹാമിനോട് പറഞ്ഞപ്പോഴുണ്ടോ വെച്ചാൽ ആ സംസാരത്തിൽ വിശ്വാസം പകരപ്പെടുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് ദൈവമക്കൾ തിരിച്ചറിയണം. സംസാരിക്കുന്നത് ദൈവമാണെങ്കിൽ ഇങ്ങനെ വിശ്വാസം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. സംസാരിക്കുന്നത് മോശയാണെങ്കിൽ മനസ്സ് ചുരുങ്ങിക്കൊണ്ടേയിരിക്കും. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? സംസാരിക്കുന്നത് യേശു ആയതുകൊണ്ട്. ഇങ്ങ തരാൻ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ ഉണ്ടെന്നാ പിടിച്ചോ. കാരണം എനിക്കറിയാം, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ തരുന്നത് അനുഗ്രഹമായിട്ട് എനിക്ക് മടക്കി തരും. ചേർന്ന് സ്തോത്രം ചെയ്താണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനോ വിടാനോ ഒക്കെ പറഞ്ഞാലുണ്ടല്ലോ, വിശ്വാസത്തോടെ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മളെ വിശ്വാസത്തിൽ നീതിമാന്മാരെന്ന് കണ്ടത്. നമ്മളൊക്കെ സ്നാനപ്പെട്ട് വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ചവരുണ്ട്. എത്ര പേര് അങ്ങനെ സ്നാനത്തിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്? പറയാനും ത്യാഗം സഹിച്ചില്ല. ഓക്കെ, ഞാൻ സഹിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? എന്നെ പള്ളിയിൽ നിന്നൊന്നും ആരും പുറത്തിറക്കിയൊന്നുമില്ല. എൻ്റെ പിതാവ് വളരെ മാന്യനായിരുന്നു. അദ്ദേഹം എന്നോട് ഒരു കുറ്റവും പറഞ്ഞില്ല. ആ കാര്യത്തിനകത്തൊക്കെ ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പക്ഷേ കർത്താവിനോടൊപ്പം ചേർന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനടുത്ത് എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, നല്ല കൂട്ടുകാരാ. അവരെന്നെ വിളിച്ചുകൊണ്ട് മദ്യപിക്കാൻ പോയിട്ടില്ല, അനാവശ്യത്തിന് പോയിട്ട് നല്ല കൂട്ടുകാരാ. എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ അവരെ നന്നായിട്ട് അറിയാം, നല്ല കൂട്ടുകാരാ. എന്നാൽ രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ട്, നീ അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം. ഒരിക്കൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു ദേവദാസൻ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. നമുക്ക് സിനിമയ്ക്ക് പോവാം. ഞാൻ പറഞ്ഞു നീ എപ്പോഴും എന്നോട് സിനിമയ്ക്ക് വരുന്നതല്ലയോ? ഞാൻ പറഞ്ഞു അതെ, ഇപ്രാവശ്യം നീ പോ, ഞാൻ പിന്നെ നോക്കാം. കാരണം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരാൾ പറയുന്നു, നമുക്ക് ആ കൂട്ടായ്മ വേണ്ട, അത് നമുക്കുള്ളതല്ല. അപ്പം എൻ്റെ ഫാദറും മദറും താമസിക്കുന്ന വീട്ടിലാണ്, ഞങ്ങളുടെ നാട്ടിലാണ്. അവന് വളരെ സ്വാതന്ത്ര്യമാണ്. ഞാൻ മസ്കറ്റ് അച്ചായൻ്റെ മകനാണ്. അപ്പോൾ അവൻ വന്ന് ഇവിടെ വാടാ, ഞാൻ ഇവിടെ വരെ വന്ന് നിന്നെ മാത്രം കാണാനോ, സിനിമ കാണാനല്ല വന്നേ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, നീ ഇപ്പം പോ. കാരണം എനിക്കിവനോട് അറുത്തു മുറിച്ചു നോ എന്ന് പറയാനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല. കാരണം നമ്മൾ ഏത് സ്റ്റേജിൽ നിൽക്കുക? അപ്പം ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത്, ഈ അകത്തെ മനുഷ്യൻ ഇവിടെ നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ബേബി ആയിട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് ഇവിടുത്തെ അകത്തെ മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളുടെ ബലം മുഴുവൻ എവിടാ? പഴയ മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അത് അല്ല, അതെ ഞാൻ പറയാം, നീ പോ, നമുക്ക് നോക്കാം. എന്തോന്നാടാ നീ ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കുന്നു? നീ ഇടയങ്ങാണ്ട് കുറേ ഈ എന്തോ കൈയടിക്കുന്നവരുടെ കൂടിയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇതൊന്നും നല്ലതല്ല കേട്ടോ, മനുഷ്യൻ്റെ സന്തോഷം കളയാൻ. ഞാൻ പറഞ്ഞ ശരിയാ ഇങ്ങനെ ഉണ്ട് കുറേ എണ്ണം. ശരിയാ, സ്തോത്രം. സാർ അവന് മനസ്സ് വേദനിച്ച് അന്ന് അവനോടൊന്ന് പോയി. സാർ ഞാൻ പറഞ്ഞടാ, ഞാൻ വരത്തില്ല, ഐ വോണ്ട് കം. എന്താടാ സിനിമ കണ്ടാൽ കുഴപ്പം, നിന്റെ കൈയടി കുറയുമോ? ഞാൻ ഒന്നും കുറയത്തില്ല, ഞാൻ വരുന്നില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും അറിയാം. ഞാൻ ഇരുത്തപ്പെട്ടിരിക്കുന്ന സ്വർഗീയ മണ്ഡലത്തിലാണെന്നോ ഇത് വല്ലതും പറയുന്നത് നമുക്ക് വല്ലവരും ഉണ്ടോ? ഒന്നും അറിയാൻ മേല. ഞാൻ വരുന്നില്ല. നീ വരത്തില്ലല്ലോ, ഒരൊറ്റ കാര്യത്തിന് ഇനി ഞാൻ നിന്നെ വിളിക്കത്തില്ല, നീ എന്നെ വിളിക്കത്തില്ല. വേണ്ട, ഞാൻ വരുന്നില്ല. എൻ്റെ അകത്തെ മനുഷ്യൻ്റെ നിലവാരം എത്രത്തോളം കൂടിയെന്നറിയോ? ഒന്നും കാണാതൊരു തീരുമാനമെടുത്തു. സിനിമ കാണുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അന്ന്
ഞാൻ സിനിമ കണ്ടിരുന്നെങ്കിൽ അത് തെറ്റാണ് ആയിരുന്നു. കാരണം എന്താ? എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നു, നോ, ഐ ഡോണ്ട് വോണ്ട് യു ടു ഗോ ദേർ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടായിരുന്നത് കൊണ്ട് ഐ സെഡ് ഗുഡ് ബൈ. അതെനിക്കൊരു വില കൊടുക്കണം. എൻ്റെ കൂട്ടുകാരൻ എൻ്റെ ജീവനായിരുന്നു. എനിക്ക് മനുഷ്യ സ്നേഹമില്ലെന്ന് നിങ്ങൾ ചിലരൊക്കെ വിചാരിച്ചിട്ടില്ലേ? എൻ്റെ അപ്പനോടും അമ്മയോടും ചോദിച്ചു നോക്കണം. സ്വന്തം ജീവനേക്കാൾ എൻ്റെ കൂട്ടുകാരെ സ്നേഹിച്ചവനാണ് ഞാൻ. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഞാൻ. യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്ന ദൈവത്തിൻ്റെ ക്രമീകരണമായിരുന്നു. മോനെ, നിൻ്റെ കൂട്ടുകാരേക്കാൾ വലുത് ഞാനല്ലേ? ഒരു സ്തോത്രം പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. എൻ്റെ അകത്തെ മനുഷ്യൻ ഒന്നുകൂടെ ഒന്നൊന്ന് ബലപ്പെട്ടു. സ്തോത്രം. അടുത്ത പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ ആരാധനയ്ക്ക് പോയപ്പോൾ, ഞങ്ങളുടെ മാവേലിക്കരയിൽ എങ്ങും ആരാധന ഇല്ലാത്തതുകൊണ്ട് കർത്താവ് ഞങ്ങളെ എന്നെ നേരെ കോട്ടയത്തിന് വിട്ടു. കോട്ടയത്തെ വിശ്വാസികൾ വളരെ പ്രത്യേകമുള്ളവരായാണ്. ഞാൻ കോട്ടയത്തിന് പോയി. കോട്ടയത്തെ വിശ്വാസികൾ എടുത്ത് പോകുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമെന്നറിയാം. ഹല്ലേലൂയ. കാരണം ഞാൻ ജയിച്ച ഇപ്രാവശ്യം തന്നേക്കുന്നേ. കഴിഞ്ഞ പ്രാവശ്യം ബ്രദേഴ്സൊക്കെ വന്ന് എന്നെ വെച്ച് പറയും, മോനെ നീ സ്നാനപ്പെട്ടല്ലോ, എങ്ങനെയാണ് ഹല്ലേലൂയ ആ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന അച്ഛാ, സ്തോത്രം എന്നൊക്കെ പറയും. ഇപ്രാവശ്യം സഭായോഗത്തിന് ചെന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് അച്ഛാ പ്രൈസ് ദി ലോർഡ്, എന്തുണ്ട്? സ്തോത്രം മോനെ, സന്തോഷം, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കാരണം എന്താ? എൻ്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ടു. അങ്ങനെ ഇരിക്കെ പല 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 തീരുമാനങ്ങൾ എടുക്കാൻ ഇതെനിക്കൊരു ബലമായി. ഒരിടത്ത് നിങ്ങൾ ജയിച്ചാലുണ്ടല്ലോ, എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു വിഷയത്തിൽ ജയിച്ചാൽ എല്ലാത്തിനകത്തും ജയിക്കും. സൗര ഒന്ന് എഴുന്നേറ്റ് യേശുവിന്റെ നാമത്തിൽ. പിന്നല്ലാതെ എല്ലാവരും കണ്ണടച്ചാട്ടെ. കർത്താവ് ജയിക്കാനാ കണ്ടേക്കുന്നേ. സ്തോത്രം. കണ്ണടച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന് ഓരോ ജയം പടിപടിയായി ജയം കൊടുത്ത് ഉയർത്തുന്നതിനായി സ്തോത്രം. ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു ദേശത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ കർത്താവ് നിന്റെ മകനെ കണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലം പ്രാപിച്ച് അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ച് കയറി വരുവാൻ ഈ പകൽക്കാലം ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദര, ഈ സമയം നിങ്ങൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സമയം ദൈവത്തിൻ്റെ സമയമാണ്. ഈ സമയം മുതൽ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, നന്മകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പൊ പഴയതുപോലെ അല്ല. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. ദൈവം കൂടെ ഉണ്ട്. ദൈവം ചെയ്തെടുക്കും. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ആദ്യമൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ഇച്ച പ്രയാസം. ഈ ഡ്രൈവിംഗ് പഠിക്കുന്നു. എത്ര പേർക്ക് ഡ്രൈവിംഗ് അറിയാം? ചിലരൊക്കെ ലൈസൻസ് വെച്ചോണ്ടിരുന്ന ഇങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഇങ്ങനെ പൂജിക്കുക കേട്ടോ. എനിക്ക് ലൈസൻസ് ഉണ്ടല്ലോ, എനിക്ക് ലൈസൻസ്, അമേരിക്ക വന്നിട്ട് ലൈസൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആഹാ, 2-3 പേരുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വെരി ഗുഡ്. ദൈവമക്കളെ, ലൈസൻസ് എടുത്ത് വെച്ചേച്ച് അത് ഫ്രെയിം ചെയ്ത് ഒട്ടിക്കാനോ നാട്ടുകാരെ അറിയിക്കാനൊന്നും അല്ല. നിങ്ങൾ വാഹനം ഓടിക്കാനോ ലൈസൻസ് വന്നേക്കുന്നു. സ്തോത്രം. കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടോ ദിവസനെ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ ആദ്യം അല്ല ഉപദേശി, പ്രൈസ് ദി ലോർഡ്, ഒരാൾ വല്ലതാണോ? സ്തോത്രം. ആദ്യം എനിക്ക് സന്തോഷമുണ്ട്. പേരൊന്നും പറയുന്നത്, നമ്മുടെ സഭയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കാര്യം ചെയ്തു. ഭാര്യ ഡ്രൈവ് ചെയ്യാൻ മേലാന്ന് കുണുങ്ങിയിരുന്നപ്പം ഒരു ദിവസം പുള്ളിക്കാരൻ കാർ കൊണ്ട് ഇട്ടേച്ചും പുള്ളിക്കാരെ ഇവിടെ ഇറക്കിച്ചു പോവുക, പുള്ളി ഇറങ്ങിപ്പോവുക, ഏതാണ്ട് ചെയ്തു. ഇപ്പം നല്ല മിടുക്കിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. കരങ്ങളടിച്ച് കത്താനെ സ്തുതിച്ചു. അങ്ങനെയുള്ള ഭർത്താക്കന്മാർക്കായി കത്താനെ സ്തുതിക്കും. കാരണം ആവശ്യം വരുമ്പം താനെ ചെയ്യുന്ന അവസ്ഥയൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആദ്യമായി വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുന്നത്. ഏതാണ്ട് 14-ാമത്തെ വയസ്സ് മുതൽ ഇവിടെ വരുന്നത് വരെയും കേരളത്തിൽ, നോർത്ത് ഇന്ത്യയെ പോലും അല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ റോഡുകളിലും ഓടിച്ചുള്ള പ്രാഗൽഭ്യം എനിക്കുണ്ട്. ഒരിക്കലും എൻ്റെ പപ്പ നാട്ടിൽ വന്ന് കേരളത്തിൽ ഞാൻ വാഹനം ഓടിക്കുന്നുണ്ട്. പപ്പ പറഞ്ഞു, ഇത് എങ്ങനെ ഇവിടെ ഓടിക്കും? ഒരു ബസ് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടയ്ക്കൂടെ കയറിപ്പോയി എങ്ങനെ എനിക്കൊന്ന് പപ്പായമ്മയ്ക്ക് കണ്ണടച്ചിരിക്കുകയായിരുന്നു. കാരണം അവരിവിടെ സ്റ്റോപ്പ്, ലെഫ്റ്റ് ആൻഡ് ടു ദ റൈറ്റ്, പിന്നെ മുന്നോട്ട് പോയി സ്റ്റോപ്പ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കൊച്ചിയിലെ അത് നമ്മുടെ എടപ്പള്ളി പാലത്തിൻ്റെ അടുത്തേ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും 1 മാസം ഞാൻ ഡ്രൈവ് ചെയ്തില്ല. കാരണം എന്താ? ഭയം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതിനെ അതിജീവിക്കുവാൻ, അത് ഏത് വിഷയമാണെങ്കിലും ഭയം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾക്ക് എന്തിനെ അതിജീവിക്കാം. ഒരു വലിയ
പൊളിറ്റീഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ല, ഭയം മാത്രമല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. യെശയ്യാവിന്റെ പുസ്തകം 54 അധ്യായത്തിൽ പറഞ്ഞ, കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിക്ക് ദൂത് പറഞ്ഞു കൊടുത്തതാ, നിങ്ങൾക്ക് ഭയപ്പെടാനൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്താ ഭയപ്പെടുന്നത്? ഭയപ്പെടുക, നിങ്ങൾക്ക് ഭയം പോലുമില്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, എനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. I have nothing to fear. I have nothing to fear. എനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. ഓ, ചിലർ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ വെളിപ്പെടുത്തിയില്ലേ, ചിലർ പറഞ്ഞില്ലേ, ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ദൂത് കർത്താവിൻ്റെതാണെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനം വരും. പക്ഷെ ദൈവം കൊന്നുകളയെന്നൊക്കെ പറയുന്ന ദൂതുമൊക്കെ വന്നാൽ ചോദിക്കണം, പക്ഷേ എപ്പോഴാണ് എന്നെ കൊല്ലാൻ പോകുന്നത്? എനിക്ക് ഒരുങ്ങാമല്ലോ. കളിയാക്കിയൊന്നും ചോദിക്കരുത്. എനിക്കൊന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴെന്നെ കൊല്ലും? കർത്താവ് എന്തിനാണ് എന്നെ കൊല്ലുന്നത്? എൻ്റെ അനുഭവം പറയുകയാണ്. ഒരിക്കലൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കയ്യിൽ അന്നൊരു മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മോതിരം ഞാൻ ഊരിക്കളയണമെന്നൊരു പാവപ്പെട്ട സഹോദരി വാദിച്ചു. 10 നല്ല പ്രായമുള്ളതാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചി അതവിടെ ഇരുന്നോട്ടെ, ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ. 2 ദിവസം കഴിയുമ്പോൾ എന്നെ വീട്ടിൽ പറഞ്ഞു ദൂത്. ഞാനിങ്ങനെ പറഞ്ഞ പലരും കേൾക്കാതെ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പാസ്റ്റർ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവർക്ക് പെട്ടെന്ന് അവരുടെ സൈക്കിളിൽ കാർ വന്നിടിച്ചു. അവർ മരിച്ചുപോയി. ഞാൻ മനുഷ്യോ. എന്നിട്ട് ഞാനിത് ഊരുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കർത്താവ് ചുറ്റിക്കൊക്കെ അടിച്ച് കൊന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, സ്വന്തം പുത്രനെ ക്രൂശിൽ എനിക്ക് വേണ്ടി തകർക്കാൻ ഇഷ്ടമുള്ളൊരു കർത്താവ് എന്നെ ചുറ്റിക്കൊക്കെ അടിച്ച് കൊല്ലണമെങ്കിൽ അത് ഏതൊരു യേശുവാ? ചേർന്ന് സ്വതം ചെയ്താട്ടെ. ഹല്ലേലൂയ. മക്കളെ, നമുക്ക് ബാലശിക്ഷയുണ്ട്. ഇത് തിരിച്ചറിയണം. ഏത് ശിക്ഷയാണ്? ബാലശിക്ഷ. അത് ഏതാണ്ട് ഈ പോയിന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് കഴിയും. കർത്താവ് ആരെയും ശിക്ഷിക്കാൻ നോക്കിയിരിക്കുകയല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ട്രാക്കിലൊന്ന് വീഴുന്നത് വരെ ചെറിയ ഒരു തട്ടും ഒരു മുട്ടലും, മോനെ ഇങ്ങോട്ട് ഒന്ന് നേരെ വീണ്, ഒന്നുകൂടെ പ്രാർത്ഥിച്ച്, ഒന്നുകൂടെ നിലനിന്ന്, ഇതൊക്കെയാണ് കൊച്ചു ബാലശിക്ഷ. അത് തല്ലിക്കൊല്ലാനൊന്നുമല്ല. അയ്യോ, എൻ്റെ പപ്പ പണ്ട് എന്നെ ഒന്ന് അടിച്ച ശിക്ഷ ആകപ്പാട് എന്നെ ഒരിക്കലേ അടിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. പപ്പ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അതൊരു ബാലശിക്ഷ തന്നെ ആയിരുന്നേ. എന്തൊരു സന്തോഷം എല്ലാവർക്കും കേൾക്കാൻ. ഇയാളാ സ്വോത്രം. എല്ലാവരും നോക്ക, എവിടെ വെച്ച എപ്പോഴാ പറയുന്നില്ല. സ്തോത്രം. ബാലശിക്ഷ നമ്മൾ പാടാറില്ലേ? ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലൊടുതൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലൊടുതൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻ കരം നൽകുമേ ഈശനിൽ എൻ മനം നേരിടും. നന്മയെ നൽകുമേ ഈശനിൽ എൻ മനം വിശ്രമം നേരിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ബാലശിക്ഷ അപ്പൻ തരുന്നെങ്കിൽ അത് നന്മയ്ക്കാം. നിങ്ങളെ ഒരു പ്രത്യേക ട്രാക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. അച്ഛൻ ഇപ്പം പറഞ്ഞില്ലേ, നമ്മുടെ അപ്പന്മാരോ അമ്മമാരോ നമ്മളെ ഡിസിപ്ലിൻ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ എത്ര ദൈവത്തെ സ്തുതിക്കുക? മക്കളെ ഡിസിപ്ലിൻ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കളെ ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് സാധാരണ അങ്ങനെ ബുദ്ധിമുട്ടുകൾ തരത്തില്ല. എല്ലായിടത്തും അങ്ങനെയാണെന്ന് വിചാരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും അവർ തരുന്നില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നും അവരുണ്ടാക്കുന്നില്ല എല്ലാവരും. ഓക്കെ, പക്ഷെ നമുക്ക് ചില സമയത്ത് ചില പ്രയാസങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ഈ മല ഇങ്ങനെ മാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം കർത്താവ് നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മലയെ കൽപ്പിക്കാനുള്ളവരായതുകൊണ്ടാണ്. ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുമെന്നുള്ള വാഗ്ദത്വം കൊടുത്തത് ആർക്കാ? തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്കാ. അവരോട് ഈ അധികാരം കർത്താവ് പറഞ്ഞേച്ചും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ പറഞ്ഞ് ഓടിച്ചത് ഒരു മലയല്ല, ഒരുപാട് മലകളെയാണ് ഓടിച്ചത്. ആത്മീക പക്വത നമ്മളെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ, സെറുബാബേലേ, നിന്റെ മുമ്പിലിരിക്കുന്ന മഹാപ്രവൃത്തിയോട് നിനക്ക് ധൈര്യത്തോടെ പോകാം. ദിസ് ഇസ് നത്തിങ്. ഇതൊന്നും അല്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇതൊന്നും അല്ല. ഞാൻ ചോദിക്കട്ടെ, കൽപ്പിച്ചാൽ, നിങ്ങൾ കൽപ്പിക്കുന്ന പോലെ കാര്യം നടക്കുമെന്ന് ഉറപ്പുള്ളവർ ഒരു കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ.
നിങ്ങൾ കൽപ്പിച്ചതുപോലെ നടക്കുമെന്ന് ഉറപ്പാണേ? ഉറപ്പാണേ? അങ്ങനെ വന്നു. സ്തോത്രം. നിങ്ങൾ കൽപ്പിച്ചാൽ നടക്കും, ആത്മീകമായി നടക്കും എന്നുള്ളതിൻ്റെ പുറകിലുള്ള സംഭവം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ശ്രദ്ധിക്കണം. കൽപ്പന എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കലൊന്നും അല്ല. ഞാനിപ്പോൾ റീനയോട് പറഞ്ഞു, റീന ഒന്ന് ഇങ്ങോട്ട് വന്ന് നിൽക്കാമെന്ന് ചോദിച്ചപ്പോൾ റീന നിന്നില്ലേ? അതിൻ്റെ കാരണം എന്താ? ഒന്ന്, ഞാൻ പാസ്റ്ററാണ്, ശുശ്രൂഷിക്കുകയാണ്. രണ്ട്, എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ തമ്മിൽ ഉടമ്പടി പ്രകാരം ഞാൻ പറയുന്നത് മാത്രം പുള്ളിക്കാരി കേൾക്കണം എന്നല്ല, ഞങ്ങൾ പരസ്പരം വിധേയപ്പെട്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം മാനിച്ച് റീന മുന്നോട്ട് വന്നു. അപ്പം എന്നെ ദൈവം നിർത്തിയിരിക്കുന്ന പൊസിഷൻ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം, ഇതെല്ലാം ഇവിടെയുണ്ട്. അത് സ്നേഹത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും ഞാനും ക്രിസ്തുവിൽ മക്കളെന്ന അധികാരത്തിൽ കൽപ്പിച്ചാൽ പറഞ്ഞാൽ കേൾക്കാത്തതൊന്നും ഈ ലോകത്തിലില്ല. കാറ്റിനെ ശാസിച്ചവർ എത്ര പേരുണ്ട്? ഓക്കെ. കാറ്റിനോട് പോ എന്ന് പറഞ്ഞവർ എത്ര പേരുണ്ട്? ഓക്കെ. കാറ്റിനോട് ശാന്തമായി സ്നേഹത്തിൽ എത്ര പേര് പറഞ്ഞിട്ട് കാറ്റും, നിങ്ങൾ മാറിപ്പോയതല്ല, കാറ്റ് മാറിപ്പോയിട്ടുണ്ട്? എന്നാ പഠിച്ചോ? പിശാചിനോട് വളരെ ശാന്തമായി, അതെ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഒന്നങ്ങോട്ട് മാറി നിന്നേ എന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പലപ്പോഴും പിശാചിനെ ശാസിക്കുന്നത് നമ്മളൊക്കെ ശാസിച്ചു വന്നെങ്ങനെയാണെന്നറിയോ? യേശുവിൻ്റെ നാമത്തിൽ. ആകപ്പാടൊക്കെ നാടകമാ. പിശാച് ചോദിക്കടാ, നീ ചുമ്മാതിരുന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ പോകാൻ റെഡിയാ. നിന്നെ കണ്ടപ്പോഴേ ഞാൻ പോകാൻ റെഡിയാ. നീ എന്തിനാ ഈ ശ്വാസം എടുത്ത് എന്നെ പേടിപ്പിക്കുന്നത്? എത്ര പേർക്ക് മനസ്സിലായി? അല്ല, ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള. ഒരു പ്രാവശ്യം കൂടെ കൽപ്പിക്കുകയാണ്. പിശാച് പറഞ്ഞു, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് പേടിയായി. നിന്റെ കൂടെ ആരാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ മേലിവിടെ നെറ്റിയാൽ എഴുതി വെച്ചിരിക്കുന്ന നാമം എനിക്ക് പേടിയാ. യേശു എന്നാണ് നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴേ നരകം മുഴുവൻ വിറയ്ക്കുക. എനിക്ക് പേടിയാ നിന്നെ. ഇത് മനസ്സിലാക്കിയ പിന്നെ നമ്മൾ എന്നാ പറയുന്നത്? എക്സ്ക്യൂസ് മീ, ഇച്ചിരി തിരക്കാ, ഞങ്ങൾ ഇന്ന് സഭായോഗത്തിന് പോവാ, പ്ലീസ് ഗോ ഔട്ട്. ഒന്ന് പുറത്ത് വയ്ക്കേ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പോയിട്ടുണ്ട്. പുള്ളിക്ക് പോകാതിരിക്കാൻ ഒക്കെയല്ല. കാരണം ഞാനാണെന്നും നിങ്ങളാണെന്നും അവനറിയാം. അവന് പേടിയാ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നന്നായിട്ട് മനസ്സിലായി. ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കാണ് അധികാരം. നിങ്ങൾ പറയുന്നത് പോലെ ജോലി വരും. നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇവിടുത്തെ എന്തോ അപ്രന്റിസോ ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് അതിൻ്റെ തലപ്പത്താ. എന്തിനാ? സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ആ ഫാക്ടറിയുടെ ആകട്ടെ, കമ്പനിയുടെ ആകട്ടെ, ആ പ്രസ്ഥാനത്തിന്റെ ആകട്ടെ ഗതി ആത്മീകമായി തിരിച്ചുവിടുവാൻ ദൈവം നിങ്ങളെയാ കണ്ടിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് പോളിസി മേക്കിങ്ങിനകത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനം ദേശത്തിന് അനേകർക്ക് അനുഗ്രഹമായി തീരും. എത്ര പേർക്ക് ഈ ദർശനം ഇന്ന് പകൽക്കാലം പിടികിട്ടുന്നുണ്ട്? മക്കളാകുന്നത് കൊണ്ട് ദൈവം ഇരുത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നിങ്ങളെ ആത്മീക മനുഷ്യൻ ഇവിടെയാണ്. ഇതിന് മാറ്റമില്ല. അവൻ താഴേക്ക് വരത്തില്ല. അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വർഗീയ മണ്ഡലങ്ങളിൽ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ ശരീരവും പിന്നെ നമ്മുടെ പഴയ മനസ്സും, പിന്നെയും പറയും, ഒക്കെ കേട്ടു. സഭായോഗത്തിന് പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ മല ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇന്ന് തൊട്ട് അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെ, തമ്പുരാന് വിചാരിച്ചാൽ ഒരു നിമിഷം കൂടി ഇതിനെ പൊക്കിയെടുത്തെറിയാൻ പറ്റും. കർത്താവ് ചെയ്യാത്ത എന്താ നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളെ കർത്താവ് പണി പഠിപ്പിക്കുക. He's teaching you to command. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, പ്രശ്നങ്ങൾ മാറാത്തവർ വളരെ ആത്മീകനാകുമെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവദാസനോ ദൈവദാസിയോ ക്രിസ്തുവിൽ നല്ലതുപോലെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അവരുടെ പുറകിൽ അനേക മലങ്ങളെ ബ്രേക്ക് ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ മുമ്പിൽ ഒരു മല നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ വളർത്താനും നിന്നെ പ്രാഗൽഭ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് കത്താനും സ്തുതിച്ചാണ്. അല്ലാതെ മല കാണിച്ച് നിന്നെ പേടിപ്പിക്കാനല്ല, നിന്നെ നശിപ്പിച്ച് കളയാനല്ല. ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശുവിൻ്റെ പിതാവ് ആരെയും നശിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമനി ഞാനാകേണ്ടതാ. ദൈവത്തിന് സ്തോത്രം.
അതുകൊണ്ട് ഈ പകൽക്കാലം അറിഞ്ഞു പോ, നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഇനി ഒന്നുകൂടെ പറയാം, യേശുവിനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട്. എവ്രിതിങ്. യേശുവിനെ പോലെ പ്രാഗൽഭ്യം പ്രാപിക്കാനുള്ളതെല്ലാം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അകത്ത് അത് കർത്താവ് ഇട്ടിട്ടുണ്ട്. ഒരു കണ്ടീഷനുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒറ്റ കണ്ടീഷൻ. വളരെ മിറിയ ഫ്രീ ആണ് ഇങ്ങനെ വരാം. ഒരു കണ്ടീഷൻ, വൺ കണ്ടീഷൻ. രക്ഷിക്കപ്പെട്ട എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിക്കുക. രക്ഷിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഞാൻ അവൻ്റെ കൽപ്പന പ്രകാരം സ്നാനപ്പെട്ടു എന്ന് പറയുന്നവരെല്ലാം കൈവോക്കിക്കുക. ഗുഡ്, ശരി. ആ കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, അല്ലെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിട്ടുണ്ട്, പ്രവചനം, അന്യഭാഷ തുടങ്ങി വ്യക്തമായ അടയാളങ്ങളോടുകൂടി ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നവർ എല്ലാവരും അവർ മാത്രം കരങ്ങൾ താത്തിയിടുക. ഹെൽപ്പ് മീ, നീ ഫ്രീ ആണോ? അവരും അങ്ങനെയുള്ളവർ മാത്രം കരങ്ങൾ താത്തിയിടുക. മറ്റുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കരങ്ങൾ താത്തിയിട്ടവർ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭായോഗത്തിന് രാവിലെ വന്ന് ആത്മാവിനെ പ്രാപിക്കുന്നത് പോലെ സന്തോഷം വേറെ എന്തോ ഉള്ളത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുന്നത് പോലെ സന്തോഷം ദൈവമക്കളെ വേറെ എന്താ ഉള്ളത്? എനിക്ക് എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിലെ ആത്മാവ് എൻ്റെ കൂടെ വസിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ആത്മാവിനെ പ്രാപിച്ചവരോട് ഞാൻ ഈ പകൽക്കാലം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട നാവുകൾ തുറന്ന് അന്യഭാഷയോടുകൂടി, പ്രവചനങ്ങളോടുകൂടി, ആത്മാവിന്റെ ശക്തിയോടുകൂടി നിങ്ങൾ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുക. അല്ലാത്തവർ കരങ്ങൾ ഉയർത്തി വെച്ചിട്ട്, യേശുവേ എൻ്റെ മേൽ പകരണമേ, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ പകരണമേ, അങ്ങയുടെ വിലയേറിയ ആത്മാവ് പ്രവചനാത്മാവിൽ, പരിശുദ്ധാത്മാവിൽ പകരണമേ, പകരണമേ. Oh yes, 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 yes. Come down. Keep on worshiping. Hallelujah. Yes, വിശ്വസിക്കുക. ദൈവം തരുമെന്ന് വിശ്വസിക്കുക. ദൈവം തരുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾക്കത് ഉണ്ടാവും. വിശ്വസിക്കുക. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. കർത്താവ് നിങ്ങളെ ഇപ്പം നിറയ്ക്കാൻ പോവാ. ഓ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. അബ്രഹാം യഹോവയെ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. യഹോവയെ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ, ഓ ആരാധിച്ചാൽ ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തിയവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തി വെച്ച് മറ്റുള്ളവരെല്ലാം സാവകാശം സ്തുതിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ നന്മയോ നിങ്ങളുടെ സ്വന്തമായ ക്രമീകരണങ്ങളോ ഒന്നും കർത്താവിന് വിഷയമല്ല. നിങ്ങൾ വിശ്വസിച്ച് സ്നാനപ്പെട്ടത് കൊണ്ട് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിന്മേലാണ് ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുന്നത്. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങളെ കൊണ്ടുവന്നേക്കാം. ദൈവത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ട്. താങ്ക് യു ജീസസ്. കർത്താവിന്റെ നിറവ് ഇവളുടെ മേൽ വരുവാനും നിങ്ങളുടെ മേൽ വരുവാനും പ്രാർത്ഥിച്ചാട്ടെ.
സ്നാനപ്പെട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ദൈവത്തിന്റെ ആത്മാവില്ലാതെ നിൽക്കാൻ പാടില്ല. നല്ല കർത്താവേ, നന്ദി 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 നന്ദി. ഇൻ ജീസസ് നെയിം. യെസ്, നിറഞ്ഞു വരട്ടെ, നിറയട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിറയട്ടെ. ആ ഹല്ലേലൂയ. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു. ആ രാഖാമാഥര സോറോ റീഖാമാന്ധോരോ സലബരാ ഥരാസിയ. We worship you, Lord. We worship you. We worship you. We worship you. We worship you, Lord. Hallelujah. Hallelujah. Ribababa. തനിയെ ഇരുന്ന് ആരാധിക്കാൻ കർത്താവ് ഇടയാക്കും. സ്തോത്രം. കരങ്ങൾ ഉയർത്താമോ? ഹല്ലേലൂയ. ഇനിയും നിങ്ങൾ ചിലർ ആത്മാഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ജഡത്തിന്റെ കടന്നുകയറ്റം മുഖാന്തരം ചില ആത്മമനുഷ്യനെ മുക്കിക്കളഞ്ഞ ചില സാഹചര്യങ്ങളുള്ളവരുണ്ട് ഇവിടെ. ആത്മമനുഷ്യൻ മരിക്കത്തില്ല, എന്നാൽ അവനെ മുക്കി വെച്ചിരിക്കുന്ന ചിലരെ ഇന്ന് രാവിലെ ദൈവം വിടുവിക്കുകയാണ്, അയച്ചുവിടുകയാണ്, 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 അയച്ചുവിടുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് വരികയാണ്, ബലപ്പെടുകയാണ്. ഭിന്നതയുടെ ആത്മാവ് അടിഞ്ഞു പോവുകയാണ്, കോപത്തിന്റെ ആത്മാവ് അടിഞ്ഞു പോവുകയാണ്, സംശയത്തിന്റെ ആത്മാവ് അടിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചു, കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കം ഡൗൺ. ഈ നല്ല പാട്ട് എന്നോട് പാടിക്കോ. പാടുകൂടെ വരാ. നന്ദി എന്നു ചൊല്ലുകിറോം രാജാ, നാവാലെ സ്തുതിക്കിറോം രാജാ. നന്ദി എന്നു ചൊല്ലുകിറോം രാജാ, നാവാലെ സ്തുതിക്കിറോം രാജാ. രാജാ യേശു രാജാ, രാജാ യേശു രാജാ, രാജാ യേശു രാജാ, രാജാ യേശു രാജാ. നന്ദി രാവാലെ സ്തുതിക്കിറോം രാജാ, നന്ദി എന്ന് ചൊല്ലിക്കിറോം രാജാ, നാവാലെ സ്തുതിക്കിർ രാജാ. രാജാ യേശു രാജാ, രാജാ യേശു രാജാ, രാജാ യേശു രാജാ, രാജാ യേശു രാജാ. കർത്താവ് എന്നെ സ്പർശിച്ചു എന്ന് പറയുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി. അവന്റെ ശക്തി ഞാൻ അറിഞ്ഞു, അവനെ ഞാനൊന്ന് രുചിച്ചേച്ച ഈ രാവിലത്തെ ആരാധന ഞാൻ പോന്നു. അവൻ എന്റെ അപ്പനാണ്. ബാലശിശുവൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നത്തേതിൽ ഒരു മകനായി വെളിപ്പെടുവാൻ, ഒരു പുത്രനായി വെളിപ്പെടുവാൻ ഇന്ന് എനിക്ക് ഉറപ്പ് വന്നു. ഓ, തീരുമാനം വന്നു. ഈ നല്ല അപ്പനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ കർത്താവ് ചെയ്തതിനായിട്ടും കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയതിനായിട്ടും പ്രിയ ബാബുക്കുട്ടി ബ്രദർ ഇപ്പോൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യും. ശേഷം നമുക്ക് ആശീർവാദം പറയാം. പ്രാർത്ഥിക്കും. കർത്താവേ, നല്ല ദൈവമേ, ഈ രാവിലത്തെ എല്ലാ ശുശ്രൂഷകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വചനങ്ങളും ഞങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വനായി തീരുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തെ ഉള്ള മലകളെല്ലാം കർത്താവ് മാറ്റി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ മുന്നോട്ട് പോകാൻ ഒരു കുതിപ്പ് ഞങ്ങൾക്ക് തരുന്നതിനായി സ്തുതിക്കുന്നു. പുതിയ സീസണായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പുതിയ മേഖലകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിനായി സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഉള്ളിലിട്ടുള്ള ഓരോ വിത്തും ഒന്നും പാഴാകത്തില്ല. ഞങ്ങളുടെ ഉള്ളിലിട്ടുള്ള ആ കർത്താവിൻ്റെ അംശം ഒരിക്കലും പാഴാകത്തില്ലെന്ന് വീണ്ടും ഞങ്ങളെ ഉറപ്പിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ, ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയായിരിക്കണമേ കർത്താവെ. ഞങ്ങൾ ആ പോകുന്ന സ്ഥാനത്തൊക്കെയും കർത്താവിൻ്റെ വലിയ മഹിമകണ്ട സാക്ഷികളാക്കി ഓരോരുത്തരെയും നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, വിശ്വസിച്ച് സ്നാനമേറ്റവരെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. കർത്താവിൻ്റെ ആ വലിയ കൃപകളെ ഈ നാളുകളിൽ ഇനിയും വരും കാലങ്ങളിൽ കാണിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വം അവിടത്തേക്ക് തരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
7 പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് സ്തോത്രം പറയാൻ പറ. 7 പ്രാവശ്യം. അതിൽ കുറയരുത്, അതിൽ കൂടേണ്ട ആവശ്യമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.